ഈ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ്. ദുരിതപ്പെയ്ത്തിൽ ഇന്ന് 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വൻമരങ്ങൾ കടപുഴകി പലയിടത്തും വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. വെള്ളക്കെട്ടിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേർ മരിച്ചത്. മട്ടന്നൂർ കോളേജ് സ്വദേശിനി കുഞ്ഞാമിന, ചൊക്കളി ഒളിവിലും സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചീയമ്പം കോളനിയിലെ സുധനാണ് മരിച്ചത്. വയനാട്ടിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോഴിക്കോട് കക്കയത്ത് 229 മില്ലിമീറ്റർ മഴയും പെരുവണ്ണാമുഴിയിലും കുന്നമംഗലത്തും 100 മില്ലിമീറ്ററിന് മുകളിലുമാണ് മഴ ലഭിച്ചത്. കോഴിക്കോട് താലൂക്കിൽ 4 ക്യാമ്പുകളിലായി 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 36 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. 16 വീടുകൾ തകർന്നു. കക്കയം കരിയത്തുംപാറ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചു. ചെറുവണ്ണൂരിൽ വളർത്തുപക്ഷികളെ വിൽക്കുന്ന കെട്ടിടം തകർന്ന് 3 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലും മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. കാസർഗോഡ് ജില്ലയിലും കനത്ത മഴ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ മധ്യകേരളത്തിലേക്ക് എത്തുമ്പോഴും മഴയുടെ ശക്തിക്ക് കുറവില്ല. പാലക്കാട് വീട് തകർന്നു വീണ അമ്മയും മകനും മരിച്ചു. 3-ാം ദിവസവും തുടർന്ന ശക്തമായ മഴയിൽ മധ്യകേരളത്തിലുടനീളം നാശനഷ്ടങ്ങളുണ്ടായി. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു. എറണാകുളത്ത് വീടുകളിൽ വെള്ളം കയറി. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിലാണ് കനത്ത മഴയിൽ വീട് തകർന്നത്. വീട്ടിലുണ്ടായിരുന്ന സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവർക്ക് ദാരുണാന്ത്യം. ആലത്തൂർ പത്തനാപുരത്ത് താൽക്കാലിക നടപ്പാലം നിലംപൊത്തി. മൂന്നാറിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു. മാട്ടുപ്പെട്ടി റോഡിലും ഗ്യാപ്പ് റോഡിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കാഞ്ഞിരവേലി വെട്ടിപ്ലായിൽ അനീഷിന്റെ വീട് ശക്തമായ മഴയിൽ തകർന്നു. ഉടുമ്പൻചോലയിലും കഞ്ഞിക്കുഴിയിലും വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഇടിഞ്ഞാണ്. മണ്ണ് ഈ കട്ടിയുള്ള മണ്ണല്ല. അപ്പോൾ ഇത് തന്നെയാണ് റോയ് ചേട്ടൻ രാവിലെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. വേറെ മുറിയിലിട്ട്, കാരണം കൊച്ചിവിടെ കിടക്കുന്നതാണ്. ഇന്നലെ എങ്ങാണ്ട് മാറി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാഗ്യമെന്ന് തന്നെ പറയാം. എറണാകുളം കാലടി കുറ്റിലക്കരയിൽ വീടുകളിൽ വെള്ളം കയറി. പെരിയാർ കരകവിഞ്ഞതോടെ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി. മുന്നറിയിപ്പുകൾ പാലിക്കാതെ ആലുവ മണപ്പുറത്ത് വെള്ളത്തിലിറങ്ങാനും സെൽഫി എടുക്കാനും നിരവധി പേരാണെത്തിയത്. ആലുവ ഇടമുള പാലത്തിന് സമീപം കടപുഴകി വീണ കൂറ്റൻ തണൽമരം അഗ്നിരക്ഷാസേന എത്തി മുറിച്ചുമാറ്റി. തൃശൂരിലും കനത്ത മഴ. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. 24 കൊച്ചി. തെക്കൻ ജില്ലകളിലും നാശം വിതയ്ക്കുകയാണ് മഴ. പത്തനംതിട്ട തിരുവല്ലയിൽ വൈദ്യുതാഘാതമേറ്റ ഒരാൾ മരിച്ചു. തിരുവനന്തപുരത്ത് ഹോട്ടലിന്റെ മതിലിടിഞ്ഞ് സ്ത്രീക്ക് പരിക്കേറ്റു. ആലപ്പുഴയിൽ വീടുകൾ തകർന്നു. പത്തനംതിട്ട മേപ്രോൾ സ്വദേശി റെജിയാണ് പുല്ല് ചെത്തുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. അനധികൃത വൈദ്യുത കമ്പിയാണ് പൊട്ടിവീണതെന്ന് KSEB. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കാറ്റിലും മഴയിലും പലയിടങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. പള്ളാത്തുരുത്തി മാതുരം പള്ളിയിൽ അശോകന്റെ വീട് പൂർണ്ണമായി തകർന്നു. കൈനകരി പഞ്ചായത്തിൽ 3 വീടുകളുടെ മേൽക്കൂര തകർന്നു. വൈദ്യുതി തൂണുകൾ നിലംപൊത്തിയതോടെ പലയിടങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. കോട്ടയം ജില്ലയിൽ ഇന്നലെ മാത്രം 25 വീടുകളിലേക്ക് മരം വീണു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറി കെട്ടിടത്തിന് മുകളിലേക്കും മരം വീണു. കെട്ടിടം ഭാഗികമായി തകർന്നതോടെ മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം മുക്കോലക്കലിൽ ഹോട്ടലിന്റെ മതിലിടിഞ്ഞ് വീണ സ്ത്രീക്ക് പരിക്കേറ്റു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന മാർത്താണ്ഡം സ്വദേശിനി രാജലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. കൊട്ടാരക്കര പവിത്രേശ്വരത്ത് കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പാലക്കാട് ചിറ്റൂർ പുഴയിൽ അകപ്പെട്ട കുടുംബത്തെ സാഹസികമായി കരക്കെത്തിക്ക് ഫയർഫോഴ്സ്. 3 പുരുഷന്മാരും ഒരു വയോധികയുമാണ് കുളിക്കാൻ പുഴയിലിറങ്ങിയത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെയും രക്ഷപ്പെടുത്തി.
മൂലത്തിന് റെഗുലേറ്റർ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വെള്ളം പൊങ്ങിത്തുടങ്ങിയതോടെ ആശ്രയത്തിന് പാറമേൽ കയറി നിന്നു. 1 മണിക്കൂറോളം ഒരേ നിൽപ്പ്. പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി. മൈസൂർ സ്വദേശികളായ ലക്ഷ്മൺ, ഭാര്യ ദേവി, മകൻ സുരേഷ്, ചെറുമകൻ വിഷ്ണു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് നീന്താൻ പറ്റുന്നില്ല, പൊന്തി നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ അത്ര ഇതായി പോയത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഭീഷണി തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ആ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ആശങ്കയുടെ മുൾമുനയിലായിരുന്നു രക്ഷാദൗത്യം. ശക്തമായ മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിനെയും അവഗണിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. ഒടുവിൽ 4 പേരും കരയിൽ. രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാംഗങ്ങളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിനന്ദിച്ചു. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ചാണ് യുവാക്കൾ നിയന്ത്രിത മേഖലയിൽ എത്തിയത്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജലാശയങ്ങളിൽ ആരും ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. 24 പാലക്കാട്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പുതിയ അപകട സാധ്യതാ മേഖലകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യത കൂടുന്നുണ്ട് എന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ഈ മാസം 19-ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഓഗസ്റ്റ് 3 വരെ മഴ ഏറ്റക്കുറച്ചിലുകളോടെ സംസ്ഥാനത്ത് തുടരും എന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചത്. നിലവിലെ ന്യൂനമർദ്ദം ദുർബലമാകും നാളത്തോടുകൂടി എന്ന് പറയുമ്പോഴും ആ ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ജൂലൈ 19 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല. ഇപ്പോൾ ഒരു പ്രധാന വിവരം വരുന്നുണ്ട്. തിരുവനന്തപുരം വഴയില ആറാം കല്ലിൽ ആൽമരം കടപുഴകി വാഹനത്തിന് മുകളിലേക്ക് വീണു. മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. സലീമ, ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഈ വാഹനത്തിൽ ഉള്ളവരൊക്കെ സുരക്ഷിതരാണെന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ? വിജയകുമാർ, അത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ കുടുങ്ങിയിരിക്കുന്ന രണ്ടുപേരാണ് ആ വാഹനത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ആ കാറിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സ്ഥലത്ത് വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ ആൽമരമായിരുന്നു. ആ ആൽമരം പൂർണ്ണമായും പുഴുത് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അതിനെ തുടർന്ന് ആ പ്രദേശത്തെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, അവിടുത്തെ വൈദ്യുതി ബന്ധവും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടൊരു നിലയിലാണുള്ളത്. ഉടൻ തന്നെ ഈ മരം വീണ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതിന് പിന്നാലെ അവർ തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇപ്പോൾ ആ മരം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വാഹനത്തിനുള്ളിൽ 2 പേർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ എത്രയും വേഗത്തിൽ തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. മറ്റ് വിശദാംശങ്ങളൊന്നും ആ പ്രദേശത്ത് നിന്ന്, പ്രത്യേകിച്ചും വൈദ്യുതി ബന്ധം പോലും ഇല്ലാത്തതിന് ലഭ്യമാകുന്നുമില്ല. വിജയകുമാർ, സലീം, അവിടെ മഴ തുടരുന്നുണ്ടോ ഇപ്പോഴും? ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ തടസ്സമായി വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. കനത്ത മഴയുമുണ്ടോ ആ ഭാഗത്ത് ഇപ്പോൾ? വിജയകുമാർ, ഇന്ന് രാവിലെ അവിടെ ആ പ്രദേശത്തൊക്കെ മഴയുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല, കാറ്റും, വലിയ നിലയിലുള്ള കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മരം അപകടാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വാഹനം വരുന്ന ആ സമയത്ത് ഈ അപകടകരമായി നിന്ന വാഹനം പുഴുത് കാറിന് മുകളിലേക്ക് വീഴുകയും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ ബുദ്ധിമുട്ടില്ല. എത്രയും വേഗത്തിൽ തന്നെ ആ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി ഇവരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നിന്നും ഉള്ളവർ തന്നെ പറയുന്നത്. വിജയകുമാർ.
ഈ ദൃശ്യങ്ങൾ തിരുവനന്തപുരം വഴയില ആറാം കല്ലിൽ നിന്നാണ്. അവിടെ ഒരു ആൽമരം കടപുഴകി വാഹനത്തിന് മുകളിലേക്ക് വീണു. ഒരു കാറിന് മുകളിലേക്കാണ് വീണത്. ആ മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പേർ ആ വാഹനത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ സുരക്ഷിതരായി പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഈ 2 പേരെ കുറിച്ച് അവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊന്നും ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലല്ലോ അല്ലേ? പെട്ടെന്ന് അവരെ എത്തിക്കാനാണെങ്കിൽ എവിടെ? മെഡിക്കൽ കോളേജിലേക്കാണോ? സമീപത്ത് ആശുപത്രികൾ സൗകര്യങ്ങളൊക്കെ ഏതാണ് അടുത്തുള്ളത്? വിജയകുമാർ, സ്വാഭാവികമായും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെയാകും മാറ്റുക. കാരണം കുറച്ചധികം സമയം 8 മണി കഴിഞ്ഞതിന് ശേഷം 8 മണിക്ക് അടുപ്പിച്ചായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും. ചെറിയ പരിക്കാണെങ്കിൽ പോലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെയാകും അവരെ മാറ്റുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വലിയ ബുദ്ധിമുട്ടുകൾ അവരുടെ ആരോഗ്യനിലയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രതീക്ഷ. ശരി സലീം, അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് അങ്ങനെ കരുതാം. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതാം. 2 പേരേതായാലും ആ വാഹനത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക്, കാറിന് മുകളിലേക്ക് വീണ ആൽമരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അടുത്ത മിനിറ്റിൽ എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കർണാടകയിലെ അങ്കാളയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് 7 മരണം. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കർണാടകയുടെ തീരദേശത്തും മലയോരത്തും മഴക്കെടുതി അതിരൂക്ഷമാണ്. ദേശീയപാത 66 അങ്കോളക്കും ഷിരാളിക്കുമിടയിലാണ് അപകടമുണ്ടായത്. പാതയോരത്ത് വിശ്രമിക്കാനായി വാഹനം നിർത്തിയവരുടെ മുകളിലേക്ക് കുന്നിടിഞ്ഞു വീഴുകയായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേരുൾപ്പെടെ 7 പേർക്ക് ജീവൻ നഷ്ടമായി. മണ്ണിടിച്ചിലിൽ ഒരു വാഹനം ഗംഗാവതി പുഴയിലേക്ക് ഒഴുകിപ്പോയി. NDRF, അഗ്നിരക്ഷാസേന, പോലീസ് ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കർണാടകയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. നദികൾ ഭൂരിഭാഗവും അപകടനിലക്ക് മുകളിലാണ് ഒഴുകുന്നത്. തുംഗാനദി കരകവിഞ്ഞ് ക്ഷേത്രനഗരിയായ ശൃംഗേരിയിൽ വെള്ളം കയറി. കാർവാർ, ഗോകർണം, ഉടുപ്പി എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ബംഗളൂരു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 2 പേരാണ് മരിച്ചത്. തൃശൂർ മമ്മിയൂർ സ്വദേശി സുരേഷ് ജോർജ് എലിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന് പനി സ്ഥിരീകരിച്ചത്. കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അലവിൽ സ്വദേശി അബ്ദുൾ ജബ്ബാർ മരിച്ചത്. സംസ്ഥാനത്ത് പനിക്ക് ചികിത്സ തേടി ദിനം പ്രതി ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം 10,000-ന് മുകളിൽ തുടരുകയാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയും ഡോക്ടറും ലിഫ്റ്റിൽ കുടുങ്ങി. പോലീസ് എത്തിയാണ് ഇരുവരെയും പുറത്തിറക്കിയത്. മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ 2 ദിവസം കഴിച്ചുകൂട്ടിയത് മരണത്തെ മുന്നിൽ കണ്ടാണെന്നും കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട രവീന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്നുച്ചയോടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റിൽ അത്യാഹിത വിഭാഗത്തിലെ വനിതാ ഡോക്ടറും രോഗിയും കുടുങ്ങിയത്. പോലീസ് എത്തിയ ശേഷമാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. ചികിത്സയ്ക്കെത്തിയ ആൾ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന സംഭവത്തിന് പിന്നാലെ വീഴ്ച ആവർത്തിച്ചതോടെ ആശുപത്രിക്കെതിരെ വിമർശനം കടുത്തു. ഈ ആശുപത്രി കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത്. കാര്യം, ഒരു സൂപ്രണ്ടുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല, കാഷ്വാലിറ്റി ഡെപ്യൂട്ടി ഇല്ല, ജനറൽ ഡെപ്യൂട്ടി സൂപ്രണ്ടില്ല, RMO ഇല്ല. വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർമാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. മരണത്തെ മുന്നിൽ കണ്ടാണ് ലിഫ്റ്റിൽ 42 മണിക്കൂർ കഴിഞ്ഞതെന്ന് ശനിയാഴ്ച ലിഫ്റ്റിലകപ്പെട്ട രവീന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. രക്ഷപ്പെടില്ലെന്ന് തോന്നിയപ്പോൾ മരണക്കുറിപ്പ് എഴുതി. ലിഫ്റ്റിലെ അലാം സ്വിച്ച് പലവട്ടം അമർത്തിയെങ്കിലും ആരും എത്തിയില്ല. ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി. ഓടി ചെന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തള്ളയാണ്. എനിക്കെന്തെങ്കിലും ഇത് കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി. അപ്പം ഞാൻ 2 കൊണ്ട് തള്ളി. പിന്നെ പറഞ്ഞ് പുറത്തേടെന്ന് പറഞ്ഞു. ഞാൻ ആളുണ്ടേന്ന് വിളിക്കുകയാണ്. പുറത്തേട് ഞാൻ ബാഗ് എടുത്തോണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തലക്ക് വെച്ചേക്കല്ലേ ബാഗ്. ഞാൻ അവിടെ നിന്ന് നേരെ അവിടെ ബാഗിൽ നിന്ന് ബാഗും എടുത്തുകൊണ്ട് ഓടി വന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചാടി പുള്ളി വിട്ട് ഡോറും കടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെത്തി രവീന്ദ്രൻ നായരെ കണ്ടു. സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. 24 തിരുവനന്തപുരം.
മെഡിക്കൽ കോളേജുകളിലെ കൃത്യവിലോപങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സുരക്ഷിതത്വവും പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയും പരിശോധിക്കാൻ ഓരോ വിഭാഗങ്ങളിലും ചെക്ക് ലിസ്റ്റുകൾ ഏർപ്പെടുത്തും. ജീവനക്കാർക്ക് പരിശീലനം നിർബന്ധമാക്കും. പ്രൊമോഷനിലും കോൺട്രാക്ട് പുതുക്കലിലും ഇവ പ്രധാന മാനദണ്ഡമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജുകളിലെ സുരക്ഷിതത്വം വിലയിരുത്താൻ ചേർന്ന പ്രത്യേക യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി എൻ ജോയ് മരിച്ച സംഭവത്തിൽ വീണ്ടും ന്യായീകരണവുമായി റെയിൽവേ. തോട്ടിൽ മാലിന്യം തള്ളിയത് റെയിൽവേ അല്ല എന്നാണ് വിശദീകരണം. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ നിയമപരമായി മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും റെയിൽവേ ഡിവിഷണൽ മാനേജർ മനീഷ് ഡാപ്ലിയാൻ പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു. റെയിൽവേയിൽ നിന്ന് കരാറെടുത്തയാൾ ഏൽപ്പിച്ച ജോലിക്കിടെയാണ് എൻ ജോയ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യക്കൂനയിൽപ്പെട്ട് മരിച്ചത്. എന്നാൽ ജോയിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് ആവർത്തിക്കുകയാണ് റെയിൽവേ. റെയിൽവേ പരിധിയിലേക്ക് മാലിന്യം ഒഴുകിയെത്തിയതാണ്. തടയാൻ ഷട്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ജോയി കരാർ തൊഴിലാളിയായതിനാൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമപരമായി മാത്രമേ നീങ്ങാൻ കഴിയൂവെന്നും ഡിവിഷണൽ റീജിയണൽ മാനേജർ മനീഷ് ദാപ്ലിയാൽ. The station waste is collected in bags and it is then given to the accredited agencies. This unfortunately this canal is very long, so maybe 4 to 5 meters upstream is there. So if anybody throws anything, it will come down to the downstream. മാലിന്യ നീക്കവും റെയിൽവേയുമായുള്ള തർക്കവും ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30 ഓൺലൈനായാണ് യോഗം. 7 വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാരും മേയറും ചീഫ് സെക്രട്ടറിയും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് എൻ ജോയുടെ വീട് സന്ദർശിച്ചു. റെയിൽവേയും നഗരസഭയും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്ന് ഗവർണർ. So I hope they will find some way out so that in future nobody's life is put at risk. കുടുംബത്തിനുള്ള ധനസഹായം നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാണ്. ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എംപിമാരായ എ റഹീം, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ കേന്ദ്രത്തിന് കത്ത് നൽകി. മാലിന്യ നീക്കത്തിലെ നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നാളെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. 24 തിരുവനന്തപുരം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന ആരോപണം ശരിവെക്കുന്ന രേഖ 24-ന്. അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. തിരുവനന്തപുരം, പാലക്കാട് റെയിൽവേ ഡിവിഷനുകളിൽ മാലിന്യ സംസ്കരണത്തിൽ അടിമുടി പിഴവന്ന പഠന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു. തമ്പാനൂരിലെ തുരങ്കം വൃത്തിയാക്കാൻ മെയ് മാസത്തിൽ നൽകിയ കത്തിനോടും റെയിൽവേ മുഖം തിരിക്കുകയായിരുന്നു. റെയിൽവേ പരിധിയിലെ ഈ തോടും ടണലും വൃത്തിയാക്കണമെന്ന് പലതവണ റെയിൽവേയോട് ആവശ്യപ്പെട്ടതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ റെയിൽവേ നിസ്സഹകരണം കാട്ടിയെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ഏപ്രിൽ 1 തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. ഡിവിഷണൽ മാനേജർമാർ പങ്കെടുത്തില്ല. പകരം പങ്കെടുത്തത് പാലക്കാട് ഡിവിഷനിലെ എഞ്ചിനീയർ. റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനാൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്തില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷനിൽ ശരിയായ മാലിന്യ നീക്കം നടക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ ഉയർന്നിരുന്നു. മാലിന്യ നീക്കത്തിൽ ഡിവിഷനുകളിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും സർക്കാർ വിമർശിച്ചു. അതും യോഗത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി. കഴിഞ്ഞില്ല നിസ്സഹകരണം. 2024 മെയ് 29 ശുചീകരണ തൊഴിലാളി എൻ ജോയിക്ക് ജീവൻ നഷ്ടമായ ടണൽ റെയിൽവേ വൃത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിറക്കി. പഴവങ്ങാടി ഭാഗത്തേക്കുള്ള ഒഴുക്ക് സുഗമമാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. എന്നാൽ റെയിൽവേ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. എൻ ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേക്ക് തലയൂരാൻ കഴിയില്ലെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ തൊഴിലാളി എന്ന ന്യായത്തിൽ നഷ്ടപരിഹാരം നൽകാതിരിക്കാനുള്ള റെയിൽവേയുടെ നീക്കവും വിലപ്പോവില്ലെന്ന് വ്യക്തം.
ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, എന്തൊക്കെയാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുൻപ് മാത്രമാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാവുകയില്ല. കോളേജുകൾ ഒഴികെ CBSE സ്റ്റേറ്റ് സിലബസ്, ICSE സിലബസിൽപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവ ഉൾപ്പെടെ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ്. തീവ്ര മഴയാണ് ജില്ലയിൽ എല്ലായിടത്തും ഇന്ന് ലഭ്യമായത്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തു. മഴ മുന്നറിയിപ്പ് പരിഗണിച്ചും ഒപ്പം ജില്ലയിൽ ഇപ്പോഴും ഇന്ന് മുഴുവൻ ലഭിച്ച മഴയും ഇപ്പോഴും തുടരുന്ന മഴയുടെ സാഹചര്യവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നാളെ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ശ്രദ്ധിക്കേണ്ടത്, കണ്ണൂർ ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. നടൻ ആസിഫ് അലിയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കാൻ വിമുഖത കാട്ടിയ സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ വ്യാപക പ്രതിഷേധം. ആസിഫ് അലിയെ അപമാനിച്ചതായി തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് രമേശ് നാരായണൻ പിന്നീട് പ്രതികരിച്ചു. ആസിഫ് അലിയെ പിന്തുണച്ച് താരസംഘടനയായ അമ്മ രംഗത്തെത്തി. MT വാസുദേവൻ നായരുടെ രചനകൾ അടിസ്ഥാനമാക്കിയുള്ള മനോരഥങ്ങൾ എന്ന വെബ് സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനിടെയാണ് വിവാദ സംഭവം ഉണ്ടായത്. ഉപഹാരം കൈമാറിയ ആസിഫ് അലിയുടെ മുഖത്തുപോലും നോക്കാതെ രമേശ് നാരായൺ നീരസം പരസ്യമാക്കി. പിന്നാലെ സംവിധായകൻ ജയരാജിനെ അടുത്തു വിളിച്ച് ഉപഹാരം വീണ്ടും വാങ്ങുകയായിരുന്നു. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ. രമേശ് നാരായണന്റെ പെരുമാറ്റത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. വിവാദങ്ങളോട് പ്രതികരിച്ച രമേശ് നാരായൺ തന്റെ പേര് വിളിക്കാൻ വൈകിയതിൽ അസ്വസ്ഥതയുണ്ടായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞു. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും രമേശ് നാരായൺ. എന്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി. ആരെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും, മാപ്പ് ചോദിക്കും. വൈ നോട്ട്? ആസിഫ് അലിക്ക് പിന്തുണയുമായി നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ രംഗത്തെത്തി. വിവാദങ്ങളോട് ആസിഫ് അലി പ്രതികരിച്ചിട്ടില്ല. 24 കൊച്ചി. രമേശ് നാരായണന്റെ കൂടുതൽ പ്രതികരണം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതിൽ ദുഃഖമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റുപറ്റിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ആസിഫ് അലിയെ ഫോണിൽ വിളിച്ചെന്നും കിട്ടിയില്ലെന്നും അദ്ദേഹം 24ന്റെ എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഒരിക്കലും ഞാൻ ആസിഫിനെ, എൻ്റെ തെറ്റ് തന്നെയാണത്. ഐ ആം അക്സെപ്റ്റ് മൈ തെറ്റ്. എൻ്റെ മൈ തെറ്റ് എന്താ സംഭവിച്ചിട്ടുള്ളതും കണ്ടില്ല. അപ്പോൾ അത് സ്വീകരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഐ ആം സോ സോറി ആ സംഭവിച്ചു പോയതിൽ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് വയനാട്ടിൽ തുടക്കമായി. ദേശീയ രാഷ്ട്രീയത്തെ കോൺഗ്രസ് നിർണ്ണയിക്കുന്ന കാലമാകുമിനിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുത് എന്ന് K സുധാകരനും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് VD സതീശനും അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായുള്ള മുന്നൊരുക്കമാണ് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നടക്കുന്നത്. വിജയത്തിനായുള്ള കർമ്മ പദ്ധതി ക്യാമ്പിൽ ആവിഷ്കരിക്കും. രാജ്യത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഇനി നിശ്ചയിക്കുകയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കൂടെ നിൽക്കുന്നവർക്ക് പോലും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നായിരുന്നു ആശങ്ക. അതിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യം മാറി. നമ്മളിവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, നമ്മളിവിടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺഗ്രസ് നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്തു. ഏത് വിധേനയും ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തണം. പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നതാണ് തെരഞ്ഞെടുപ്പിൽ CPIM-ന് തിരിച്ചടിയായതെന്ന് K സുധാകരൻ പറഞ്ഞു. ഈ പിഴവ് കോൺഗ്രസിന് സംഭവിക്കരുത്. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുതെന്നും K സുധാകരൻ പറഞ്ഞു. നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും അഭിപ്രായ ഭിന്നതകളോ അത് സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായോ തരത്തിലേക്ക് നീങ്ങാൻ പാടുള്ളതല്ല. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് VD സതീശൻ പറഞ്ഞു. ആരെയും മാറ്റി നിർത്തരുത്.
അതേസമയം കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല. കെ മുരളീധരൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ആളല്ലെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ, MPമാർ, MLAമാർ തുടങ്ങി 123 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 24 വയനാട്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണത്തിലേക്കാണ്. BJPയോടും താമര ചിഹ്നത്തോടുമുള്ള അലർജി കേരളത്തിന് മാറിയെന്ന് കെ മുരളീധരൻ. LDFനും UDFനും മാറി മാറി വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങൾ BJPയെ സ്വീകരിക്കുന്നത് ഇരുമുന്നണികളും ഗൗരവത്തോടെ കാണണം. തിരുവനന്തപുരത്ത് 4 മാസം മുൻപേ രാജീവ് ചന്ദ്രശേഖരൻ വന്നിരുന്നുവെങ്കിൽ ചിത്രം മാറിയേനെ എന്നും കെ മുരളീധരൻ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ഇന്ന് മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം, വേറൊരു ശക്തി ഇവിടെ, മൂന്നാമതൊരു ശക്തി ഇവിടെ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. നല്ല മുറിയെ 20-ൽ 18 UDF ജയിച്ചു, ഒരു സീറ്റ് LDF ജയിച്ചപ്പോൾ ഒരു സീറ്റിൽ ഇവിടെ താമര വിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ടാണോ പോകുന്നത്, പുറകോട്ടാണോ? അപ്പോൾ ഒന്നുകിൽ കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം എന്താ? UDFനോട് ദേഷ്യം വന്നാൽ LDFന് വോട്ട് ചെയ്യും, LDFനോട് ദേഷ്യം വന്നാൽ UDFന് വോട്ട് ചെയ്യും. ഇന്ന് അങ്ങനെയല്ല. മൂന്നാമതൊരു വിഭാഗത്തിനും കൂടെ വോട്ട് ചെയ്യാൻ കേരളത്തിലെ പല ഭാഗത്തും ജനങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ തിരുത്തേണ്ടവർ തിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. വയനാട് KPCC ക്യാമ്പിൽ പങ്കെടുക്കാത്തതിൽ പരിഹാസം കലർന്ന മറുപടിയുമായി കെ മുരളീധരൻ ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണെന്നും തനിക്ക് ഇപ്പോൾ ശക്തിയില്ലാത്ത സമയമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ പാർട്ടീനെ ശക്തിപ്പെടുത്താനാണല്ലോ യോഗം. ഇപ്പൊ എനിക്കിപ്പോ ശക്തിയില്ലാത്ത സമയം, അതുകൊണ്ട് എങ്ങനെയാ ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ച് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞു. ബഹിഷ്കരണല്ലേ. കേരളത്തിലെ ഇടതു വോട്ടുകൾ BJPയിലേക്ക് പോയതായി CPI കരുതുന്നില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി D രാജ. CPI സ്ഥാനാർത്ഥികൾക്ക് CPMന്റെ മതിയായ പിന്തുണ ലഭിച്ചില്ലെന്ന വാദങ്ങളും D രാജ തള്ളി. ആനി രാജയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം പാർട്ടി ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ CPIMന്റെ പരമ്പരാഗത വോട്ടുകൾ BJPക്ക് പോയി എന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരുന്നു. എന്നാൽ തൃശൂരിലോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ ഇടതു വോട്ടുകൾ ചോർന്നതായി വിലയിരുത്തലോ സംശയമോ CPIക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി D രാജ. Situation demands CPI, CPM and other left parties, the communist parties have to work together with a mutual trust and determination. We focus on that. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത 5 ദിവസത്തെ നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് ഈ വിശദീകരണം. കേരളത്തിലെ BJPയുടെ വളർച്ചയിൽ ആശങ്ക രേഖപ്പെടുത്തിയ D രാജ CPIMന്റെ മതിയായ പിന്തുണ ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകളും തള്ളി. അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിക്ക് കാരണമായോ എന്ന് പരിശോധിക്കുമെന്നും രാജ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചത് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ വിഷയമായിട്ടില്ലെന്നും CPI ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. 24 ഡൽഹി. CPIയിൽ വൻ കോഴ വിവാദം. സംസ്ഥാന സമിതി അംഗം PR ഗോപിനാഥ് ക്വാറി ഉടമകളിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ആരോപണം. PR ഗോപിനാഥിനെതിരെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. ഇടതു പാർട്ടികളെ ഒന്നാകെ കോഴ വിവാദം സംസ്ഥാനത്ത് ആഞ്ഞുകുലുക്കുകയാണ്. CPM കോഴ വിവാദത്തിൽ നടപടിയെടുത്തുവെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരായി ഉയർന്ന പരാതിയിൽ CPIയിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രം 15 ലക്ഷം രൂപ ക്വാറി ഉടമകളിൽ നിന്ന് സംസ്ഥാന സമിതി അംഗം ഗോപിനാഥ് പിരിച്ചെടുത്തുവെന്നാണ് പരാതി. പണം പിരിച്ചതല്ലാതെ 1 രൂപ പോലും പാർട്ടിക്ക് നൽകിയില്ല എന്ന് ചിറ്റാർ ലോക്കൽ കമ്മിറ്റി അംഗം ആനന്ദൻ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മന്ത്രിമാരുടെ പേര് പറഞ്ഞ് പാറമട ഉടമകളിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ ഗോപിനാഥ് പണം പിരിച്ചുവെന്ന പരാതി ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ പാർട്ടി പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനിടെയാണ് മുൻപ് പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പുറത്തു വരുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും സംസ്ഥാന സമിതി അംഗത്തിനെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യവും കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിയുടെ പോഷക സംഘടനാ നേതാവിന്റെ കയ്യിൽ നിന്ന് സ്ഥലം മാറ്റത്തിന് പണം ചോദിച്ചുവെന്ന ആരോപണത്തിലും ജില്ലയിൽ ഒന്നിലധികം CPI നേതാക്കൾ അന്വേഷണ പരിധിയിലാണ്. അഴിമതിയെ എതിർക്കുന്നവർ പാർട്ടിക്ക് പുറത്തും അഴിമതി പണം വാങ്ങിയവർ പാർട്ടിക്കുള്ളിലുമെന്നാണോ ഇടത് ശൈലി എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ സജീവമാവുകയാണ്. CPIക്കാകെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് സംസ്ഥാന സമിതി അംഗം തന്നെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പരാതി ഉയർന്നത്. പരാതി ഉയർന്നിട്ടും
നിരവധി തവണ ആരോപണ വിധേയനായ നേതാവിനെതിരെ ഒരന്വേഷണവും ഫലപ്രാപ്തിയിലെത്താത്തതിന്റെ കാരണമെന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. പരീക്ഷകൾക്ക് മാറ്റമില്ല. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. കോട്ടയത്ത് നിന്ന് ടോബി, എന്തൊക്കെയാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പിന്റെ മറ്റു വിവരങ്ങൾ? ഈ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് വിജയകുമാർ, ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഇപ്പോൾ ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമുണ്ടാകില്ല. എന്നാൽ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ 17-ാം തീയതി അവധിയായിരിക്കുമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ജില്ലയുടെ എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട്. ഈ കാറ്റ് വീശുന്നതിനെ തുടർന്ന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മരങ്ങൾ കടപുഴകിയാണ് പല സ്ഥലങ്ങളിലും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാർമല അരുവി, അതുപോലെ തന്നെ ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ തുടങ്ങിയ കിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര മേഖലകളിലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ രാത്രികാല യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. വിജയകുമാർ. കോട്ടയത്തും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജമ്മു കാശ്മീരിലെ ധോഡയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് വിട. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ സൈന്യം കണ്ടെത്തി. പാക് സൈന്യം ഉപയോഗിക്കുന്ന M4 കാർബൈൻ തോക്കുകളാണ് ഭീകരർ ഉപയോഗിച്ചത്. ക്യാപ്റ്റൻ ബ്രിജേഷ് ഥാപ്പ, നായിക് ഡി രാജേഷ്, സൈനികരായ ബിജേന്ദ്ര, അജയ് എന്നിവർക്കാണ് സൈന്യം വീരോചിതമായി വിട ചൊല്ലിയത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ധീരസൈനികരുടെ ജീവത്യാഗം രാജ്യം എക്കാലത്തും ഓർമ്മിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചിച്ചു. ദോഡയിലെ ദേസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംയുക്ത സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. M4 കാർബൈൻ തോക്കുകൾ ഉപയോഗിച്ചാണ് ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർത്തത്. ഭീകരാക്രമണം പാക് ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജമ്മു കാശ്മീരിൽ 32 മാസത്തിനിടെ 48 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 24 ഡൽഹി. നേരത്തെ തിരുവനന്തപുരം വഴയിലയിൽ കാറിനുള്ളിൽ കുടുങ്ങിയ, മരം വീണ് കാറിനുള്ളിൽ കുടുങ്ങിയ ആ സ്ത്രീയെ, ഒരാളാണ് കുടുങ്ങിയത്. ആ സ്ത്രീയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായ പരിക്കുകളില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പരപ്പാറ സ്വദേശിനി മോളിയാണ് അപകടത്തിൽപ്പെട്ടത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നൊരു ആശ്വാസകരമായ വിവരം കൂടി തിരുവനന്തപുരത്തുനിന്ന് വരുന്നുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം. നമസ്കാരം.